പളനി പോയപ്പോഴിങ്ങനെ ചരിഞ്ഞായിരുന്നു കയറുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ ഒരു മാമനും ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ തെങ്കാശിയിലാണ് താമസിക്കുന്നത്. തെങ്കാശിയിൽ തന്നെ അടുത്തുള്ള തോരണമല എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലോട്ടാണ് പോകുന്നത്. തോരണമലയെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, മലയുടെ മുകളിലാണ് അമ്പലം. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പൂരിയൊക്കെ കഴിച്ച് അവിടുത്തെ കടയിൽ ചായ ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത കടയിൽ ഒന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടുത്തെ ചേട്ടൻ നമുക്ക് പത്രത്തിലെ ന്യൂസ് കാണിച്ചു തരാണ്. നമ്മൾ പോകുന്ന അമ്പലത്തിൽ ഇന്നലെ എന്തൊക്കെയോ വിശേഷമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ കുറേ ആളുകളൊക്കെ വന്നിട്ടുള്ള ന്യൂസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ കാണുന്നില്ലേ, അതാണ് കേട്ടോ അമ്പലം. നമ്മളിവിടെ എങ്ങനെയാണ് എത്തിയതെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഈ ഒരു മല കണ്ട്, അപ്പം അങ്ങനെ അടുത്തിരുന്ന ആളോട് ചോദിച്ചപ്പോഴാണ് അവിടെ ഒരു അമ്പലമാണെന്നൊക്കെ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും ഒക്കെ വന്നപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോകുന്ന വഴിക്ക് താണ്ടേ ഇതുപോലെ കുറേ ഇടത്തൊക്കെ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് വേറൊരു വഴിയായിരുന്നു കേട്ടോ കാണിച്ചത്. ഇതിപ്പോൾ നമ്മൾ ചായ കുടിച്ച കടയുടെ അകത്തോട്ട് തന്നെ ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴി പോയാൽ മതി എന്നാ ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ മാപ്പ് നോക്കിയിട്ട് വന്നാൽ മതി. കറക്റ്റ് റൂട്ടും കാര്യങ്ങളൊന്നും പറയാനായിട്ട് എനിക്കറിയത്തില്ല. തെങ്കാശിയിൽ നിന്നൊരു 30 മിനിറ്റിനകത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ടേ നേരെ അമ്പലത്തിലെത്തി. നമ്മളിവിടെ വണ്ടി വെക്കണം, എന്നിട്ട് ഇതിലേ കൂടെ അല്ലേ ചേട്ടാ പോന്നെ അങ്ങോട്ടോ? അയ്യോ ചെരുപ്പ് കൊണ്ടു കയറിക്കൂടെ? ഇല്ല, അയ്യോ ചെരുപ്പിട്ട് വിടാത്. ரெண்டு பக்கம் மரம் நிக்கி 1200 പടി 28 நிமிஷத்துல மேல போயிட்டு ஆட்கள் வருது. 28 நிமிஷம் இல்லையா? மேல போயிட்டு கீழே வந்துடுறாங்க. ഓടിയോ അവര്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെന്തുമായിരിക്കും? പെയിന്റോ കുമ്മായോ വല്ലോ ആയിരിക്കും. ചേട്ടാ ഇതെന്താ ഏട്ടാ വെള്ള കളറ്? ആ കളർ എന്താ അത്? சுண்ணா பொடி ஊத்தி விடுது. ഓ, கோயில் இருக்க இடம் தெரியுதுக்கா வேண்டி பெரிய மண்டபம் மேல கட்டுதாங்க. എത്ര രൂപ വെച്ചു ഒരാൾക്ക്? ബൈക്ക് മട്ടും, ബൈക്ക് ആളുകില്ല, ബൈക്ക് പാർക്കിംഗ്. അപ്പം നമ്മൾ ചെരുപ്പിടാതെ വേണം പോവാനായിട്ട് അങ്ങോട്ട്. കണ്ടാ ഇപ്പം നിറയെ ആളുണ്ടോ ഇപ്പം ഉള്ളില്? நீ கம்மியாக தான் இருக்கும். இவ்வளோதான். நேற்று ஃபுல் கிரவுண்டு ஃபுல்லாக 2 வீலர் 4 வீலர் அங்கே பார்க்கிங். இது ஃபுல்லாக அவ்வளோ நேரம் കിക്കിയുടെ ബാഗില്. சரி போயிட்டு வரேன். போயிட்டாங்க. അപ്പം നമുക്കിനി മുകളിലോട്ട് നടക്കാൻ ചെരുപ്പിടാതെ നടക്കുന്നത്. വെയിലായതൊരു പേടിയുണ്ട് കാല് പൊള്ളു എന്നുള്ളത്. എന്തുവാടാ വാങ്ങിക്കുന്നേ? എന്ത് വാങ്ങിക്കുന്നേ? ഇവര് ഭയങ്കര ഭക്തരാട്ടോ. ഇവര് ഭയങ്കര ഭക്തരാണ്. അങ്ങനെ പറയാടാ മോനെ. ആൾക്കാർ പറ്റിച്ചെന്നല്ലേ പറഞ്ഞു. മുരുകൻ പറഞ്ഞു ചെന്ന് ഞാൻ പറഞ്ഞു. റേഞ്ച് ഉണ്ട്, ഞാൻ സ്റ്റോറി ഇട്ടതാ ഫ്രണ്ടില്. ഓ നല്ല വെയിലായി ഇപ്പൊ തന്നെ. നീ വന്ന ടവർ നിന്നുണ്ടോടാ? വെയില് ഭക്തരായ 2 പേർ. ഓ അതിന്റെ പുണ്യം ഞങ്ങൾക്ക് കൂടെ കിട്ടണേ. ഞങ്ങൾ കൂടെ വന്നപ്പോഴാണ് ഇവര് മാല വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കൊടുക്കാനുള്ള മാലയൊക്കെ വാങ്ങി നേരെ മുകളിലോട്ട് പോവാണ് കേട്ടോ. ഞാൻ കരുതിയത് ആദ്യം ചെല്ലുമ്പോൾ തന്നെ പടികളായിരിക്കും എന്നാണ്. പക്ഷേങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു അമ്പലമുണ്ട്, അവിടെ തൊഴുതിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. അങ്ങനെ അവിടെ തൊഴുത് നിൽക്കുമ്പോൾ അവിടുത്തെ തിരുമേനി നമ്മളോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ ഇവിടുത്തെ എന്താണ് ഇന്നലെ ഒരു വിശേഷമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വരും. അങ്ങനെയൊക്കെ പറഞ്ഞു തരുവാണ് കേട്ടോ. പിന്നെ കണ്ടേ നമ്മൾ കുറേ കുരങ്ങുകളെയൊക്കെ കണ്ട്. കുരങ്ങുകൾ ഇവിടെ അമ്പലങ്ങളിലും ഇവിടുത്തെ കുറ്റാലത്തുമൊക്കെ പോകുമ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴെ കണ്ടതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ എന്നിട്ടാണ് കേട്ടോ കുരങ്ങിനെ കണ്ടത്. എനിക്ക് പേടിയുണ്ടായിരുന്നു, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുരങ്ങുണ്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ബാഗൊക്കെ ഇരിക്കുമ്പോൾ വെള്ളമൊക്കെ പിടിച്ച് വാങ്ങിക്കാനായിട്ടൊക്കെ അത് വരുമല്ലോ. പക്ഷേങ്കിൽ പോകുന്ന വഴിക്കൊന്നും ഒരു ശല്യം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ടേ പടികൾ കയറുകയാണ്. ഇവിടെ ഇങ്ങനെ പടിയിൽ ആരൊക്കെയോ എഴുതി വെച്ചതായിരിക്കും, നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറച്ചൊക്കെ ചിലതൊക്കെ കാണാൻ പറ്റും, ചിലപ്പോഴൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ഓരോ 250 പടി കഴിയുമ്പോഴും നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ
നമ്മൾ കണ്ടിങ്ങനെ പടികൾ കയറുവാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈ വെള്ള കളറിൽ ഇങ്ങനെ കുമ്മായം പോലെ, ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിൽ അതുകൊണ്ട് തന്നെ ആ വെള്ള കളറിലെ പടി നമ്മൾ ചവിട്ടുമ്പം ചൂട് അറിയുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഈ പടിക്ക് ചൂടില്ല എന്ന് മനസ്സിലായത് നമ്മൾ തിരിച്ചിറങ്ങി റോഡിലെത്തിയപ്പം അവിടെ ചവിട്ടിയപ്പോഴാണ് കേട്ടോ. അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വഴി പോകുമ്പോൾ ചൂടും കാര്യങ്ങളും ഒന്നും അറിയുന്നില്ലായിരുന്നു. അങ്ങനെ താണ്ടേ നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. മുകളിലോട്ട് കയറും തോറും ഇതുപോലെ നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മളൊരു 250 പടിയൊക്കെ കയറിയപ്പോൾ തന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു. കുറേ സമയം നമുക്കിവിടെ നിൽക്കാനായിട്ട് തോന്നും. നമ്മളൊരു 250 പടിയൊക്കെ കയറി. അപ്പോൾ ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. സച്ചുവിന് ഡ്യൂട്ടിക്ക് പോകണം. 11 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ നമ്മൾ യൂണിഫോമൊക്കെ എടുത്തിട്ട് ഇറങ്ങിയേ. പോകുന്ന വഴിക്ക് സച്ചുവിനെ തെങ്കാശിയിൽ വിടാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അത് നമ്മൾ കയറിയിട്ട് ഇറങ്ങണം. ഇപ്പം തന്നെ എത്ര മണിയായടാ? 250 മണിയോ? പടി 250. 8:06. ഇത് നമുക്ക് തിരുമേനി ഇട്ട് തന്നെ കുറി. കറുപ്പ് ഞാൻ വിളക്കി നിന്നിട്ടതാ. ഇത് വിളക്കി നിട്ടൂടാ കുറിയില്ലയോ? എനിക്കറിയത്തില്ലായിരുന്നു. ഈ കുട്ടി പറഞ്ഞതെന്ന് ഗണപതി ഹോമത്തിൻ്റെത് ഇടാവൂല്ലയോ? അതൊന്നും അറിയത്തില്ലായിരുന്നു. ഓ, പക്ഷെ നല്ല ഓക്കെ കണ്ട കിക്കി ബാക്കിലോട്ട് പടി ഇപ്പം ഈ 2-3 വർഷത്തിനിടയ്ക്ക് കെട്ടിയാന്ന് തോന്നുന്നു. അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടപ്പോൾ വീഡിയോയിൽ കണ്ടായിരുന്നു. ഈ മലയാറ്റൂർ പോകുന്നത് ഭയങ്കര ടാസ്കാ. ഇല്ലേ ചേച്ചി? നമ്മൾ പോയിട്ട് അത് ഇല്ലയോ പോണം. പക്ഷെ അത് കല്ലുകളല്ലേ, അതല്ലേ ചേച്ചി ഏറ്റവും കല്ല. നീ പോയിട്ടില്ലേ മലയാറ്റൂര്? അമ്മ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് കയറണം. പണ്ട് ഞാൻ പളനി പോയപ്പോഴും ഞാനിങ്ങനെ ചരിഞ്ഞായിരുന്നു കയറുന്നേ. ഇപ്പം നോക്കിയപ്പോൾ വേറെ പണ്ട് ഞാൻ പളനി പോയപ്പോഴും ഇങ്ങനെ ചരിഞ്ഞായിരുന്നു കയറുന്നത്. അപ്പം ഇപ്പം നോക്കിയപ്പോൾ ഒരു മാമനും ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ കാല് കഴിക്കത്തില്ല കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് കോണായിട്ട് നടന്നു പോകണം. അല്ലെന്നുണ്ടെങ്കിൽ കാലിൽ ഭയങ്കര വേദന എടുക്കും. അമ്മ തല ഇറങ്ങോട്ട് വരുന്നു. എടാ ഞാനും ബിജോണന് വയ്യാതായപ്പം എല്ലാ പടിയിലും കത്തിച്ച കയറി. ഓർമ്മയുണ്ടോടാ? പിന്നെ അണയെന്ന് പറഞ്ഞാൽ വെച്ച് കയറി. ഞാൻ പിന്നെ എല്ലാ പടിയിലും വെച്ച് പോയി. അല്ലാതെ കത്തിയിട്ട് അത് അണഞ്ഞു പോന്നു. ഇനി കുറച്ചുകൂടെ കയറിയിട്ട് വീഡിയോ എടുക്കാം. കിക്ക് കയറുക. കിക്ക് കൂടി പോകും. അത്യാവശ്യം ആളുകളൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് 10:50 ആകുമ്പോൾ തെങ്കാശി എത്തണം. 1970 അമ്പലത്തിലോട്ട് കയറാനുള്ള പടിയും കാര്യങ്ങളുമാണിത്. ഇതോടെ 500 പടിയായി. 500 അവിടെ ഇരിക്കുന്നിട 500 ആയിരുന്നു. 500 കൂടുതലായി ഇപ്പം. എനിക്ക് വയ്യ. വെരി ഹെവി ടാസ്ക് ഡ്യൂ ടു ദിസ് ക്ലൈമറ്റ്. ഉച്ചയ്ക്കായിരുന്നെങ്കിൽ ഇന്നലെ പണി കിട്ടി പോനെ. ഇന്നലെ വരായിരുന്നു നമ്മൾ. അപ്പോൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സനുവേ വരി അങ്ങനെ കുടിക്കാതെ വെള്ളം സിപ്പ് എടുക്കാവോ? സോറി, ചെയ്യാത്തോണ്ട് കുടിക്കുക. വയറിനറിയില്ല. വയറ് നിറന്നല്ല നമുക്ക് കയറാൻ പറ്റത്തില്ല. ഒരു തൊണ്ട നനച്ച് കൊടുക്കാവോ? തിരിച്ചിറങ്ങുമ്പോൾ ആര് വെള്ളം തരും ഇനി? നീ അങ്ങനെ ഇവിടെത്തി? എടാ അയ്യ, അത് നീ മൊത്തം കയറിയില്ലേ ഇവിടെ? ആണോ? ഇത്രയും പടി കയറിയില്ലേ? ഉണ്ടോ? അത് ശരി. തീർത്താൻ നിൽക്കുന്നതിനകത്തോട്ട്.
നീ എന്താ പറഞ്ഞേ ചിരിച്ചെന്തിനാ? 500 പടിയൊക്കെ കയറിയപ്പോൾ തന്നെ നമ്മൾ കുഴഞ്ഞ്. പിന്നെ ഇപ്പോഴത്തെ ചൂടും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാലൊന്നും പൊള്ളുന്നില്ലെങ്കിലും നല്ല ക്ഷീണിക്കുന്നുണ്ടായിരുന്നു. ഒരു ശക്തിയില്ലാത്ത മണിയടിയായി ഇപ്പോൾ. പണ്ട് അമ്പലത്തിൽ ദീപാരാധനയ്ക്ക് ആദ്യമേ മണി പിടിക്കും. നല്ലൊരു പ്രാർത്ഥനയായിരുന്നു. പക്ഷേ ഇല്ല, തണുപ്പത്ത് കാറ്റ് പോലെ സന്തോഷമല്ലേ? സച്ചിന് പോവും. അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലോട്ട് കയറുവാണ് കേട്ടോ. ഇനി ഒരു 750 പടിയൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം കാണും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് കയറി പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കയറി പോകുന്ന വഴികളിലൊന്നും വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല. എവിടെയും വെള്ളം വെച്ചിട്ടില്ല. നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ 2 ബോട്ടിലൊക്കെ വെള്ളം കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ വെള്ളമുണ്ട്, തിരിച്ചിറങ്ങുമ്പം നിറച്ചിട്ട് വരാം. അങ്ങനെ ചെയ്യാം. പിന്നെ അതാണ്ടേ ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴുള്ള ഇങ്ങനെ എന്താ പ്രകൃതിയുടെ ഒരു ഭംഗിയാണ് ഏറ്റവും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഇവിടെയൊക്കെ നിന്ന് പിന്നെ വീണ്ടും മുകളിലോട്ട് കയറുകയാണ്. സച്ചു എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് നേരം അവിടെ കിടന്നു കേട്ടോ. കാരണം നടന്ന് നമ്മുടെ കാല് കഴിക്കും. അതാണ്. പിന്നെ നമ്മൾ 250 പടിയൊക്കെ ആയപ്പം അവിടെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ കയറി പോകുന്നത്. നമ്മൾ 750 പടി കഴിഞ്ഞ് അങ്ങോട്ട് കയറുന്ന സമയത്ത് ആ ചേട്ടൻ തിരിച്ചിറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ അത്രയും സമയം എടുക്കത്തുള്ളൂ. നമ്മളിങ്ങനെ പതുക്കെ നടന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ആ ചേട്ടൻ ഡെയിലി പോകുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റും. നമ്മളിങ്ങനെ പതുക്കെ നിന്ന് കാലൊക്കെ കഴിച്ച് ഇരുന്നൊക്കെയാണ് കയറി പോകുന്നത്. ഇത് പണ്ടത്തെ പടികളാണ് കേട്ടോ. ഇത് 2019 പടി കിട്ടിയില്ലേ? കണ്ടേ, ഇത് പണ്ടത്തെ പടി. എൻ്റെ സ്ഥലം തെന്മല. ഞാൻ താമസിക്കുന്നത് ഇവിടെ 20 കൊല്ലമായി ഇവിടെ താമസിക്കുന്നത്. സ്ഥലമൊക്കെ അവിടെ കിടപ്പുണ്ട്. ചേട്ടന്മാരൊക്കെ അവിടെ പണിയുന്നു. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഡെയിലി വരും. ഇവിടെ കയറുവോ? ഡെയിലി വന്നിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തുള്ളൂ. അയ്യോ, പവർ സൂത്രം ചേട്ടനല്ലേ ഞങ്ങൾ കയറി ഇങ്ങോട്ട് അങ്ങോട്ടോ. ഞാൻ ഡെയിലി ഇവിടെ വരും. ഇത് വിടുവാണെങ്കിൽ തിരുപ്പതി 3 മാസം കൊടുക്കുക. തിരുപ്പതി പോകും. ഇത് അവിടുത്തെ മുട്ടയാ. അമ്പലത്തിൽ പോകും. തിരുപ്പതി ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഇവിടുന്നോ? മദ്രാസ് 600 കിലോമീറ്റർ. അവിടെ നിന്ന് ഒരു 750 കിലോമീറ്റർ ട്രെയിനിൽ പോകും. ചേട്ടന്റെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടോ? എന്റെ മോൾ ഇവിടുത്തെ പോലീസാ. അത് ശരി. കാണാം. ഞാൻ ഡെയിലി വരും. അതാ നിത്യാഭ്യാസി ആന എടുക്കും നീ കേട്ടിട്ടില്ലേ? ഇല്ലയോടാ? ഡെയിലി ഒരു കാര്യം ചെയ്താ അങ്ങനൊക്കെ പറഞ്ഞു തരാൻ ചോദിക്കരുത്. അത് നിനക്ക് മനസ്സിലായിക്കൂടെ? നിത്യം ചെയ്യുന്ന ജോലി നമുക്ക് എല്ലാവരെയും ചെയ്യുന്നതിനൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. പുരിഞ്ചിതാ അങ്ങനെയാണ് പറഞ്ഞേ. ആ ഡോക്ടറാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. പിള്ളേരാണെന്നുണ്ടെങ്കിൽ കൂടായിട്ട് കയറി പോകും. നമുക്ക് അശ്വരി പാടല്ലേ പുള്ളി നമ്മളോട് സംസാരിച്ചില്ലേ? സിമ്പിളാ കേട്ടോ. അയാൾ ഇത് കെട്ടാൻ, ഈ പടിയൊക്കെ കെട്ടാൻ അയാളാണ് പൈസ കൊടുത്തേന്ന്. 6 കോടിയോ പറഞ്ഞോ ഇപ്പൊ? ഇപ്പൊ ഞാൻ എന്താ കേട്ടോണ്ടിരുന്നേ? കിക്കോളെ അതെന്തോടാ അങ്ങോട്ട് പടി? പക്ഷേ എങ്കിലും ഒരു തുള്ളി പോലും ചൂടില്ല. നല്ല തണുപ്പ് ഇവിടെ തൊടുമ്പം. മുഖം ഇങ്ങനെ വെച്ചു കൊടുക്കാൻ എന്ത് സുഖമാണെന്നറിയോ? കാലിൻ്റെ അടിയിലൊക്കെ നല്ല വെള്ളം പാടില്ലത്. അങ്ങനെ നമ്മൾ ദാണ്ടേ മലയുടെ മുകളിലെത്തി. ഇവിടെയാണ് അമ്പലം. നമ്മളിവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അമ്പലം കെട്ടുവാണ്. താഴേന്ന് ആ ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അമ്പലം. അവിടെ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരുന്നില്ലേ, അവിടെയാണ് മുരുകൻ്റെ അമ്പലം. നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഗുഹയിൽ ഇങ്ങനെ മുരുകൻ ഇരിക്കുന്ന കണക്ക് കല്ലിലിങ്ങനെ, കല്ലിൻ്റെ അകത്ത് അങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ദാണ്ടേ ഇതിന് നേരെ അങ്ങോട്ട് നടന്നു പോകുമ്പം അവിടെ ഒരു ഭദ്രകാളി ദേവിയുടെ ഒരു അമ്പലവും കൂടെ ഉണ്ട്. അങ്ങനെ പിന്നെ ദാണ്ടേ ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നമ്മളിവിടെ ചെന്ന സമയത്ത് അവരിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നതാണ്. അപ്പോൾ ഒരു കുരങ്ങൻ ഒരു ചേട്ടൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് അത് സാധാ
ചെറിയ ഫോണായിരുന്നു. എടുത്തുകൊണ്ട് പോയിട്ട് കുറേ നേരം എല്ലാവരും ഇങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കുമായിരുന്നു. അവസാനം അത് കടിച്ച് പൊട്ടിച്ച് ഓരോ പാർട്സായിട്ട് ഇങ്ങനെ ഇളക്കി താഴോട്ട് ഇട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കയറിയ സമയത്ത് കുരങ്ങുള്ളത് പേടിയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളമൊക്കെ പിടിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്നൊക്കെ. അതുപോലെ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ക്യാമറയൊക്കെ അങ്ങ് ബാഗിനകത്താക്കി കേട്ടോ. കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല, കുറേ കുരങ്ങുകളുണ്ട്, നമുക്ക് പേടിയാവത്തില്ല ഇങ്ങനെ ഓടി വരുന്ന സമയത്ത്. അപ്പോൾ ദാണ്ട് ഇവിടെ ഇങ്ങനെ പടികളൊക്കെ കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ചും മുകളിലോട്ടുകൂടെ മലയുണ്ട്, അങ്ങോട്ട് കയറുന്നത് ആൾക്കാർ കയറുന്നുണ്ടായിരിക്കും, അറിയത്തില്ല. നമ്മളെന്തായാലും കയറിയില്ല, കാരണം കുറച്ച് റിസ്ക്കാണ് മലയുടെ മുകളിലോട്ടൊക്കെ കയറുന്നത്. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കാനായിട്ട്. അതാണ് വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ആവുന്നോട്ട് വരുന്നില്ല, കാരണം നമ്മൾ കല്ലല്ലേ, നല്ല ചൂടുണ്ട്, പിന്നെ തട്ടി വീണ് കഴിഞ്ഞാലോ എന്നൊക്കെയുള്ള പേടിയാണ്. അങ്ങനെ കണ്ട് ഇതിൻ്റെ അരികിലൊക്കെ പോയിട്ട് നമുക്കിങ്ങനെ ഫുള്ള് കാഴ്ചകളൊക്കെ കാണാം. അതിലേക്കൂടെ ട്രെയിനൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇവിടെ മലയുടെ മുകളിൽ വരെ ആൾക്കാർ കയറുന്നുണ്ട്, അവിടെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ച ഭദ്രകാളി ദേവിയുടെ അമ്പലമുള്ള, അവിടെയും പോയി തൊഴുതിട്ടൊക്കെയാണ് നമ്മൾ തിരിച്ചു പോയത്. പിന്നെ മുരുകൻ്റെ അമ്പലത്തിനകത്ത് ഇവിടെ വരുമ്പോൾ വീഡിയോ ഒന്നും എടുക്കല്ലെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത് വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞില്ല, എന്നാലും ഞാൻ അമ്പലത്തിൻ്റെ അകത്തുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഫാമിലി അവർ 4:30 ആയപ്പം പോയിട്ടുണ്ട്, നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയിട്ടോ ഇറങ്ങിയത്, ഇപ്പോൾ ഒരു 8-9 മണി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ വരണം, അപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കുമല്ലോ വ്യൂ ഒക്കെ, അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇത്രയും ക്ഷീണിച്ച് ചൂടൊക്കെ ആയിട്ട് പടിയേറി വന്നെങ്കിലും നമുക്ക് ഇനിയും വരാനായിട്ട് തോന്നും, അതാണ് ഇവിടെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രത്യേകത. അപ്പോൾ അതാണ് കേട്ടോ ഭദ്രകാളി ദേവിയുടെ അമ്പലം. അവിടെയൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിൽ കയറി. അവിടെയും കുറേ നേരം ഇരുന്ന് പ്രസാദമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിക്കാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോട്ടിലിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിറച്ചിട്ടാണ് കേട്ടോ താഴോട്ട് പോയത്. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3 മണി വരെയാണ് അമ്പലം ഓപ്പണിംഗ് ആയിട്ടുള്ള, അതിന് മുമ്പ് ഇവിടെ എത്താനായിട്ട് ശ്രമിക്കണം. അടിക്കടി വരും പിള്ളേരെല്ലാം കൂടിയിട്ട് കടയിൽ ബസ് പിടിച്ചാ കിക്കി പതുക്കെ പോ. കളിച്ച വാരം യൂട്യൂബ് ചാനലോ? അത് നമ്മൾ അറിയാൻ പറ്റിയെല്ലാം தெரிஞ்சு நீ சொல்லிட்டு ഞാനൊന്ന് നോക്കിട്ടെ. അയ്യോ എന്തോടാ ഞാൻ யாரும் வந்தீங்க காரா കാറിൽ வந்தீங்களோ? ഇല്ലില്ല, നമ്മളിവിടെ ഹസ്ബൻഡ് ചെങ്കോട്ട സ്റ്റേഷൻ മാസ്റ്റർ. റെയിൽവേ സ്റ്റേഷൻ ഇവരാ? ശരി ശരി. അപ്പം ബ്രദറും വൈഫും വീട്ടിൽ വന്ന് അപ്പോൾ കൂட்டிட்டு வந்து 1 இயரா இங்கே இருக்கு. பாரத் ஸ்கூல் பக்கத்தில் இருக்கு, தென்றல் நகர். அடிக்கடி வரணும். ஒரு நாளைக்கு ஒரு ட்ரிப் வீக்லி தோறும். ஐயோ இப்போ ஃபர்ஸ்ட் டைமா வந்தேன். இது நல்ல ஆரோக்கியம். അവിടെ എങ്ങോട്ടായിട്ടാ? അവിടെ എന്താ? വെള്ളം തീർത്ഥം. ഓ കുടിക്ക. കിണറാ? കിണർ പോലെ இருக்கும். ഇന്ന് ഞാനും വരാം. നല്ല തന്നി ഇത്ര ഇറങ്ങേണ്ട കാര്യമാണ്, ചാടി ചാടി ഇറങ്ങിയതാ. നമ്മള് തൊഴുതിട്ടൊക്കെ ഇറങ്ങി. ചേട്ടൻ ഡെയിലി വരുമോ? ഡെയിലി വരാം. ഒരു ഓട്ടോ ചേട്ടനെ കണ്ട് ഡെയിലി വരുമെന്ന് ചൊല്ലി അവര്. ഓട്ടോ അവരുടെ മകള് വന്ന് പോലീസായി. നമ്മള് കേറിയപ്പോ കൂടെ കേറിയവര്, നമ്മള് പകുതി എത്തുമ്പോ അവര് തിരിച്ചു പോകുന്നു. ശരി ഏട്ടാ, പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ സൈഡിൽ പടി കിടക്കുന്നുണ്ടോ, നമ്മൾ അതിലേക്കൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കിണറോ തീർത്ഥം അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ നമുക്കത് പോയി നോക്കാം. നല്ല ടയർഡാണ്. ഇതെന്താ 2 ബാഗ് എൻ്റെ കയ്യിൽ തീർത്തേ? കുരങ്ങ് വന്ന് എടുത്തോണ്ട് പോയാ ക്യാമറയൊക്കെ ഇരിക്കുന്നു. ഇത് കാലിൽ നോന്ന് ഇരിക്കാൻ വയ്യ. അയ്യോ, റിസ്ക് എടുക്കാൻ പറ്റുമോ? ഇനി ഒത്തിരി ഉണ്ടോ അങ്ങോട്ട്? അമ്മോ എടാ, 2 ബാഗ് എൻ്റെ കയ്യിൽ കേട്ടോ. അമ്മ ഇനി നമ്മൾ ഇപ്പോൾ 9:30 തിരിച്ചിറങ്ങിയേ.
സച്ചുവിന് 11 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. വേണ്ട, ഞാൻ വന്നോളായിരുന്നല്ലേ. മോൻ കണ്ടോ എന്താ സംഭവം? പക്ഷെ കിണറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളത്തിൽ നിന്ന് വെള്ളം കോരുന്നത്. ഇപ്പോൾ കണ്ടിട്ടോ കുടിക്കാൻ വെള്ളം ഉണ്ടോ? കുടിക്കാൻ തുറക്ക്. അയ്യോ, ടാൻ ഇനി ഇത്ര ഇട കയറിയാൽ മതി. ഓ, പക്ഷെ രസമുണ്ട്, ക്ഷീണിക്കുന്നുണ്ട്. കുറേ നേരം നമ്മളവിടെ ഇരുന്ന്. അമ്മ, അയ്യോ കാലിനൊന്ന്. അമ്മ, തലയെ കുറിച്ച് വെള്ളം ഒഴിച്ചു തരുമോ? ഞാൻ അണ്ണുണ്ടാക്കിക്കോളാം. അതൊന്നും എനിക്ക് വരത്തില്ല, പനിയൊന്നും വരത്തില്ല. അങ്ങനൊന്നും വരത്തില്ല. നോക്കാദ്യം അങ്ങോട്ടൊന്നേ. തട്ടല്ല, കൈ തൊട്ടില്ല. നാച്ചുറൽ എന്താ പേര്? വെല്ല്. ഇവിടെ ഓട്ടുണ്ട്. എനിക്ക് മുഖം കഴുകട്ടെ. വെള്ളം ഇതാ സെയിം ടേസ്റ്റ്. ഓ, നല്ല സുഖടാ. ഈ ചെയ്ത് പിടിയടാ. എല്ലാം പോയി. അത് പോട്ടെ, കുഴപ്പമില്ല, നീ പിടിച്ചേ. താങ്ക് യു സോ മച്ച്. പാദപൂജ ചെയ്യൂ. ഓ, എന്റെ മുഖം ഒഴിക്കട്ടെ. ഇതിന്റെ കുറി പോകല്ല, എന്റെ കുറി എന്തായാലും ഈ ഫോണിനകത്ത് പോയാൽ എന്തോ ഇവിടെ ഒരു രക്ഷണം ഇല്ലല്ലോ, ഒന്നും ഇല്ലല്ലോ. ഞാൻ എന്താ കയ്യിലിട്ടിട്ടുണ്ടോ മോതിരങ്ങൾ? എന്താ അറിയാത്തതിന്റെ അല്ലേ, ഇതിന് എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് മറ്റേ ഇതായിരിക്കും, ഗുണാക്കേവായിരിക്കും ചിലപ്പോ. വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്ക് കൂടങ്ങ് പോവും. കിക്കി പോയാൽ ഒരു തവണ പൊങ്ങി വരുമ്പോ കയറ് കൊടുക്കാം. കൽക്കണ്ടില്ല, തേങ്ങ ചമ്മന്തി അരക്കായിരുന്നടി. പോവാമ്മ, ചമ്മന്തി അരക്കാനും എടുത്തോളൂ, മീൻ കൂട്ടി കഴിച്ചുകൂടാ. അവന്റെ ഭാര്യക്ക് ആദ്യം കൊടുക്കുന്നു. കണ്ടോ, ഇത് നിങ്ങൾ കാണുന്ന ഒരു പൊടി കുഞ്ഞിനോട് കാണിച്ച വലിയ പീസായിരിക്കും അവർക്ക് കൊടുക്കുന്നത്. അല്ല, എനിക്ക് ഇത് മൊത്തത്തിൽ വേണം, എനിക്ക് കാന്തുന്ന ഇഷ്ടം. എലിക്കുട്ടി. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഇനി ഒരു സോഡ നാരങ്ങളും കുടിക്കുന്നു. കിക്കി സച്ചും താഴത്തെ കിക്കി അവിടെ ഐസ്ക്രീം കുടിച്ചെത്താറായി ഇല്ലയോ? നമ്മൾ നിന്ന് ഓ കാല് പോയിരുന്നു. എന്തോ അതെ സോഡ വാങ്ങിച്ച് കൈ മടിച്ചങ്ങ് എടുത്തോ. എന്ത് മോനെ, മോൻ്റെ സോഡലേ വേണോ? ഇച്ചിരി 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 നല്ല തണുപ്പുണ്ട്. സോഡ നാരങ്ങ. തണുപ്പില്ലാത്ത ഉപ്പിട്ടൊരു സോഡ. എനിക്ക് മധുരം, ഷുഗർ ജാസ്തി. തണുപ്പില്ലാമ സോൾട്ട് പോട്ട്. ഫസ്റ്റ് മധുരമുള്ള തണുപ്പ് കൂടുതലുള്ള എല്ലാം. അത് സ്വീറ്റാ. இன்னொரு அரை ஸ்பூன் போடணும். கரெக்டாக இருக்கும். என்ன பண்ணுறேன்? உங்களுக்கு சால்ட் போட்டா? സോൾട്ട് ഒന്നിങ്ക, എനിക്ക് സ്വീറ്റ്. തണുപ്പ് വേണ്ടാന്ന് പറഞ്ഞോ അതിർത്തേക്ക്. ആ ഗ്ലാസ് കൊടുക്കണം. മോനെ ഇച്ചിരി മധുരം കലക്കിട്ടോ. ഞാൻ അതല്ലേ പറഞ്ഞതാ, ഒരുപാട് മധുരം കുടിക്കുന്ന ഗ്യാസ് കലങ്ങത്തില്ലടാ പഞ്ചസാര. സോഡയ്ക്കകത്ത് കലങ്ങത്തില്ല, വെള്ളം ഒഴിച്ച് കലക്കിയിട്ടാണ് സോഡ ഒഴിക്കാൻ. അറിയത്തില്ലയോ? ഞാൻ പിഴിയുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം പഞ്ചസാര കലക്കും. ഇത് സിറപ്പില്ലേ, ഷുഗർ സിറപ്പില്ലേ? പക്ഷെ കൊള്ളത്തില്ലായിരുന്നു, ടേസ്റ്റ്. സാൽട്ട് ரொம்ப கூடவா? അല്ല, അതിലെ സാൾട്ട് ഇല്ല, അതിലെ സ്വീറ്റ് പോട്ട്. സാൾട്ട് കൊഞ്ചം പോട്ട് വേണോ അച്ചോ? കുടിച്ചോ. എടുക്കില്ലേ, അതിലെ സോൾട്ട്. തലവണ്ട വരെ കുടിച്ചപ്പോ എടാ ഇത്ര ഉറക്കം ഒഴിച്ചൊന്നും തലവേദന ഒന്നുമില്ല ഇന്ന്. അതേ ഉള്ളായിരുന്നു. ഇതുകൊണ്ട് വെച്ച് ഞാൻ അതാ പറഞ്ഞ ഐസ്ക്രീം കേക്ക് എന്തോ ഇല്ല മോളിൽ കാണുന്നത്. ഇവിടെ ഐസ്ക്രീം കേക്ക് ഉണ്ടോ? നമ്മൾ അലുപൂരി കേക്ക് കൊണ്ടുവിട്ട് ആരും നിന്നില്ലല്ലോ. അതല്ലേ നൈറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞത്. ഞാൻ കേട്ടില്ല. കാല് പൊള്ളുന്ന നല്ല പൊള്ളുന്ന കേട്ടോ. ഇത്ര നേരം നമ്മൾ ചൂടറിഞ്ഞില്ല വെള്ളത്താൻ ചവിട്ടിക്കൊണ്ട് വന്നോണ്ട്. അപ്പൊ താണ്ടേ പളനി പോയപ്പോ ഇല്ല എന്റേത് മാറി. എന്റെ ഞാൻ ഓക്കെ, നമ്മൾ പതുക്കെ ഇറങ്ങിയോണ്ടായിരിക്കും സനു. തീർച്ചയായും പതുക്കെയില്ല. പക്ഷെ ഇറങ്ങി. നിനക്ക് കുഴപ്പമുണ്ടോ കാലിന്? എനിക്കൊരു വേദന പോലും എടുക്കുന്നില്ല. തിട്ടകതയും തോം കളിക്കുന്നവർക്ക് വേദന എടുക്കും. എനിക്ക് കാലുളുക്കി വേദന എടുക്കുന്നു. എത്ര മണിയായി പിള്ളേരെ? സമയം എത്രയാടാ?
10:30 9:30 നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ ആടി വന്നോണ്ട് അല്ലെങ്കിൽ 3/4 മണിക്കൂറൊന്നും വേണ്ട ഇല്ലയോ? ഞാൻ പറയില്ല അണ്ണം തള്ളിയാണ് 24 വിട്ടോണ്ട് കയറിട്ട് തിരിച്ചിറങ്ങുന്നു. അത്ര എന്തായാലും പറ്റത്തില്ല. കേറുമായിരിക്കും ആൾക്കാർ. അല്ല അയാൾ കയറിയിട്ട് ഇറങ്ങിയതോടാ. നമ്മുടെ കൂടെ കയറിയാണ് നമ്മൾ പകുതി പോയി ഇറങ്ങി. വസ്തു പറഞ്ഞാല് കോണി നടന്നു വരിച്ചേട്ടനെ മലയാളം പറഞ്ഞേ. ഇപ്പോഴാട്ടോ ചൂടറിയുന്ന കാല് പൊള്ളുന്ന ടാറിൽ ചവിട്ടിയപ്പോൾ. അപ്പം നമ്മൾ ഇനി എന്താ, ഇനി വണ്ടി എടുക്കുന്നു. കാല് പൊള്ളുന്നു കേട്ടോ. ചവിട്ടിക്കണം വയ്യ. ചിരിക്കുന്നോടാ. നല്ല പൊള്ളല്. അപ്പം നമ്മൾ തിരിച്ച് താഴെ എത്തി. സനു തീർത്ഥയുടെ ബാഗിലുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് താഴെ എത്തി. ഇനി എന്താ, ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമ്മൾ വീട്ടിൽ പോവും, സച്ചു ഡ്യൂട്ടിക്ക് പോവും, അത്രയേ ഉള്ളൂ. ഇവരിന്ന് തിരിച്ച് നാട്ടിൽ പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. ബൈ പറയാത്തവർ എല്ലാവരും ബൈ ബൈ.